നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പനാ. കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ, പെണ്ണല്ലേ നീ? ആ ഒരു മഹാഭാരം ചുമക്കാൻ നമുക്ക് വയ്യ. ഒരുമിച്ച അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക്. മുകേഷിന്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ ഇത് ഉർവശി വെച്ചോ, ആരെയും കാണിക്കല്ലേ. തിരുനെല്ലി കാടുന്നു. അയ്യോ, അതിനിടയ്ക്ക് ഈ പാട്ട് സിനിമയിലെടുത്തോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മഞ്ജു വാര്യർ എന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ട് എന്നെ തുല്യമാണ്. അല്ല അതൊക്കെ അത് വേറെ സബ്ജക്റ്റ് ആയിപ്പോയി. ആദ്യം തുടങ്ങിയത് അതിനായിട്ട് ഞാൻ അധികം ഒന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. രണ്ടെണ്ണ ഈ പെണ്ണ് പറഞ്ഞു, അതിൽ ഒരെണ്ണം കട്ട് ചെയ്താൽ മതി കേട്ടോ. പെണ്ണല്ലേ നീ? ഒരെണ്ണം എനിക്ക് താല്പര്യം വേണ്ട. എനിക്ക് ആ ഒരു മഹാഭാരം ചുമക്കാൻ നമുക്ക് വയ്യ. സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഭാരമാണ്. നമ്മൾ വലിയ കുഴപ്പമില്ലാത്തൊരു ആർട്ടിസ്റ്റായിരിക്കും. ഇങ്ങനെ ഒരു സൈഡിലൂടെ പോകുന്നതല്ല നല്ലത്. അതാന്നല്ലേ ഇപ്പൊ എന്നെ വിളിച്ചെന്താ ഒരുമിച്ച രണ്ടുപേരും കൂടെ ഒരുമിച്ച്. ഓക്കെ ഓക്കെ. ഞാനും മഞ്ജു അവനൊക്കെ ഇതുപോലെ തന്നെ കുറേ നാളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ട് അത് നടക്കാതെ ഇങ്ങനെ അല്ലേ. നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ ശങ്കറാണ് ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞത്. ഭയങ്കര ത്രില്ലൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ, ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു കേട്ടോ. അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ 3-4 പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ആൽബമൊക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ ആ വീട്ടിൽ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഋഷി ഇതിൻ്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റാണ്, നല്ലോണം ഡാൻസ് ചെയ്യൂട്ടോ, ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ കണ്ണൊക്കെ നല്ലവണ്ണം വരച്ച് മഞ്ജു കൊച്ചിലെ. ഓ അത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് പറയുന്നത്. മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വരച്ച് ഇങ്ങനെ വെച്ച് എല്ലാം വെച്ച് കുറേ ഫോട്ടോസ്. ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിന് വരച്ചിട്ടുണ്ട്. ഇല്ല, നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആവട്ടെ കേട്ടോ. അപ്പോൾ ഉർവശി അവരോട് പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് IV ശശിയുടെ അടുത്തൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു പോയി. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ജുവിൻ്റെ അടുത്ത്. എന്തായാലും വേറെന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത്? അഭിലാഷ്, എന്തെങ്കിലും എന്താ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്? പ്രൊഡ്യൂസ് ചെയ്യാൻ കാശെന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടോ. പ്രൊഡ്യൂസ് ചെയ്യാൻ ചുമ്മാ ഇടാന്നേ വിചാരിച്ചു. ഇന്നലെ രാത്രി ഒരു 8 പവന്റെ മാല ഒരു എന്റെ തന്നിട്ട് പറഞ്ഞു, നീ എന്തോ പോയി ചെയ്തിട്ട് പണം ചെയ്തോളൂ അല്ലേ? ആ ശരിയാട്ടോ. പക്ഷെ ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ശിവൻ ചേട്ടൻ എഴുതിക്കണ മാല ഒരു എന്റെ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, തൽക്കാലം കാശൊക്കെ ഉണ്ട്. അല്ല, പക്ഷെ എന്താ പറയാ, ഈ 2 മാല കൊണ്ട് പ്രൊഡക്ഷൻ അവിടെ വെച്ച് നിർത്താനാണ് മുകേഷ്. അവിടെ വെച്ചത് ഈ മുകേഷ് എന്നെ പറ്റി കഥ പറഞ്ഞ കേട്ടല്ലോ നിങ്ങൾ. മുകേഷ് എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി. ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു. അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ ഇത്. എല്ലാവരും എല്ലാ പടത്തിലും കാണും. അപ്പൊ എല്ലാവരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഉണ്ട് ഒരു പടത്തിന് കുറേ ആർട്ടിസ്റ്റ്. CBI ഡയറക്ടർ എന്നൊരു സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം. ആ സിനിമയുടെ കുറേ പേര്, ക്യാപ്റ്റൻ രാജുവേട്ടൻ, അവരിവരെല്ലാവരും ഉണ്ട്. അപ്പോൾ മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിരിക്കുന്നു. ആക്കുന്നു. ഒരു പേനയും ഒരു പേപ്പറും എടുത്തു. അവരെന്താ മുകേഷ് ചേട്ടാ അപ്പം എന്തെന്നാ എഴുതുന്നേ? ഋഷി എല്ലാവരും എന്നെ കളിയാക്കുന്നു. ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതണം. ഋഷിക്ക് അറിയില്ലേ, നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ. എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നു, മുകേഷ് പാട്ട് എഴുതുന്നു, ഇവിടെ പാട്ട് എഴുതാനൊന്നും ആളില്ല, വലിയ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഉടനെ എനിക്ക് സെന്റിമെന്റ്സ് വരും. നമ്മൾ ആര് പറഞ്ഞു മുകേഷ് ചേട്ടാ അങ്ങനെ പറയാം? പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത്? മുകേഷ് ചേട്ടാ എഴുതും.
മുകേഷ് എഴുതിയിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കും. ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്ത വലിയൊരാളായിട്ട് നിൽക്കുക. അപ്പോഴീ ഒറിജിനൽ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു പോന്നു. പിന്നെയും ഞാൻ പറ്റിപ്പോകും. ഉർവശി അപ്പം ഇങ്ങനെ എഴുതി. എന്നിട്ട് ഉർവശിന്റെ കളിയാക്കത്തില്ലല്ലേ? ഞാൻ പറയൂ, ഇല്ല ഏട്ടാ കളിയാക്കത്തില്ല. തിരുനെല്ലിക്കാട് പൂത്തു, തിന്നാൻ കിളി ഇറങ്ങി, കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ. അങ്ങനെ പറഞ്ഞു. നമ്മൾ സൂപ്പറായിരിക്കുന്നു മുകേഷ് ചേട്ടാ. അയ്യോ, നല്ല കറക്റ്റ് പ്രാസമൊക്കെ ഒപ്പിച്ചത് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ? പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കളി. എന്നിട്ട് അവരുടെ അടുത്തോണ്ട് പേപ്പർ അയച്ചാൽ ഭയങ്കരയൊക്കെ അവരുടെ എക്സ്പ്രഷൻ കണ്ടോ? പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു. ഞാൻ പറഞ്ഞു മുകേഷ് ചേട്ടാ അവരെ ഒന്ന് ഭാഗവയ്ക്കണം മുകേഷ് ചേട്ടാ, ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ചേട്ടാ. അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ. അവിടെയാണ് എന്റെ നാണക്കേട്. അപ്പൊ ഞാൻ ശരി ചേട്ടാ ഇങ്ങനെ പലരും തിരുനെല്ലിക്കാട് പൂത്തു എന്തൊരു നല്ല ട്യൂൺ. ഞാൻ പറഞ്ഞു പോവാൻ എന്തൊരു നല്ല ട്യൂൺ ഇത്. ചേട്ടാ ഇത് സൂപ്പറായിരിക്കുന്നു ചേട്ടാ, നന്നായിരിക്കുന്നു. ആണല്ലേ ഉർവശി? ഇത് ഉർവശി വെച്ചോ, ആരെയും കാണിക്കല്ലേ. എനിക്ക് പരിഹാസം കേൾക്കാൻ വയ്യ ഉർവശി. നമ്മുടെ ഒന്നും കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയണം. അപ്പൊ ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ടോ മുകേഷിന്റെ പാട്ട്? ഇല്ല, അവർക്കൊക്കെ അറിയാം കേട്ടോ. ബഹദൂരങ്ങൾ മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക്, മുകേഷിന്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ. അപ്പൊ ഞാനിത് വെച്ചു. എന്നിട്ട് ഞാൻ തന്നെ തിരുനെല്ലിക്കാട് പൂത്തു തിനായി സൂപ്പറായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് എറണാകുളത്തോട്ട് പോവുക വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന്. വണ്ടി കയറിയിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ, അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പന്റെ വണ്ടിയാ. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും, ഭയങ്കര സ്പീഡാണ്. ഇതിനോട് 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു കുട്ടപ്പ പാട്ടിട്ട് കുറെ പാട്ട് കഴിക്കാൻ വന്ന് അടുത്തത് ഒരു പാട്ട് കാസറ്റാ. യേശുദാസും ഇതും ചേർന്ന് ആലപിക്കുന്ന ഗാനം എന്ന് പറഞ്ഞ് നേരത്തെ കാസറ്റ് ഇറക്കുമല്ലോ. ദാസേട്ടനും വേറെ തിരുനെല്ലിക്കാട്. അയ്യോ, അതിനിടയ്ക്ക് ഈ പാട്ട് സിനിമയിലെടുത്തോ എന്ന് ചോദിച്ചു. ഏത് പാട്ട് ചേച്ചി? ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് എഴുതിയ പാട്ട് ഇന്ന് സിനിമയിൽ വന്നിരിക്കുന്നു. ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷനും പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ അല്ലേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ അപ്പ കൈ കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ കൊണ്ടല്ലോ ഇങ്ങനെ എടുത്തൊക്കെ നോക്കി എറിയണോ? എനിക്ക് മാനക്കേട് സഹിക്കാൻ വയ്യ. ഞാൻ ആ ലൊക്കേഷനിലെ എല്ലാവരോടും പറഞ്ഞില്ല ഈ പാട്ടിനെ കുറിച്ച്. 4-5 ദിവസം കഴിഞ്ഞ് പോകണം വരുമ്പോൾ മുകേഷനെ കാണണോടെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്ത് പറഞ്ഞ് തോപ്പിക്കാം? നമുക്ക് ഒന്നും പറഞ്ഞ് തോപ്പിക്കാനൊക്കത്തില്ല. ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാൽ നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ്. സത്യത്തിൽ കാരണം ഹ്യൂമർ അവതരിപ്പിക്കുന്ന, സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ മുകേഷിന്റെ അത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും 1 സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ അവൻ പറ്റിക്കാനൊക്കത്തില്ല. ഞാൻ തോറ്റു പോവുകയാണ്. ഈശ്വര ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണാൻ പറഞ്ഞു ചെന്നുടൻ ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടവിടെ മുകേഷിന്റെ ഓരോരുത്തരും പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ്, ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ്. അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അതും ഈ പടത്തിൽ മുകേഷ് ചേട്ടനുള്ളപ്പോ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ മുകേഷ് ചേട്ടനുള്ള പടത്തിൽ അയ്യോ സൂപ്പറായിരിക്കും മുകേഷ് ചേട്ടൻ. കാരണം എന്താ പറയുക, ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ്. സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും, നമ്മളെ തന്നെ പറ്റിക്കും, എന്നാലും കൂടെ നമ്മൾ കഥ കേൾക്കും. അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷും അതെ ഞാനിപ്പം ഒരു പടം ചെയ്തു, അതിൻ്റെ റിലീസ് ഉടനെ ഉണ്ടാവും. പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ ആയിട്ടില്ല. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നില്ല അഭിലാഷിന്. അഭിലാഷ് പെട്ടെന്ന് എന്നോട് വിളിച്ച് ചോദിച്ചു, പക്ഷേ 2 ആഴ്ചയ്ക്ക് മുമ്പ് ചേച്ചി നമുക്കൊക്കെ പ്രൊഡക്ഷനും കൂടെ ഇൻവോൾവ് ചെയ്താലോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അഭിലാഷ്. അപ്പോൾ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത സമയത്ത്, ചേച്ചി വന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ നിന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു, ഇതിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് പണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോരെ, ഇങ്ങനെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അല്ല ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതലായിട്ടിരിക്കാൻ വേണ്ടിയായിരിക്കും. കാരണം എനിക്കറിയാൻ വയ്യ, കാരണം ധാരാളം നിർമ്മാതാക്കൾ ഇവിടെ വരണം, പ്ലാൻ ചെയ്ത് നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറയുന്നതാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ ഇപ്പോഴേ ഞാൻ അറിയുന്നത് അങ്ങനെ അല്ലെന്ന്. എന്ന് പറഞ്ഞ പോലെ
ഞാൻ പറഞ്ഞു ഞാൻ വരണോ ചേച്ചി വരണം, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് വിശ്വാസമുള്ളൊരു സ്ക്രിപ്റ്റിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ അതല്ലേ ശരിയായില്ല. അതിനകത്തൊരു കഥ പ്ലാൻ ചെയ്ത് ഇനിയിപ്പം നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നതിനെക്കാട്ടിലും അതുപോലെ ആരതി ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാൽ അപ്പം തന്നെ വിളിക്കും, ചേച്ചി ഇതിനകത്ത് ഇങ്ങനെ കൂടെ വന്നാൽ നന്നായിരിക്കും. അതുപോലെ ഓരോ ആർട്ടിസ്റ്റ് ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള ഒരു ഫിലിമായത്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴും മലയാളവും എന്നുള്ള ബൈലിംഗ്വൽ തന്നെ മനസ്സിൽ ചിന്തിച്ചത് രണ്ടിലും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വെക്കാമെന്നുള്ളത്. പക്ഷെ ഇപ്പം മെയിൻ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളത്. കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ മുകേഷ് എൻ്റെ പേരായിട്ട് ചെയ്യുന്നു. അല്ല 4-5 വർഷത്തിന് മുമ്പ് ചെയ്തു എങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു കോമ്പിനേഷൻ ആയില്ല ആ സിനിമ. പക്ഷെ ഇത് അങ്ങനെ ഒരു സിനിമ ആവുമെന്നാണ് വിശ്വാസം. പിന്നെ മോള് അവളുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനോ സെലക്ട് ചെയ്യാനോ ഒക്കെ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നല്ല കഴിവാണ്. എങ്കിൽ പോലും അതിനകത്ത് അവൾ അത് ഇടപെടാറില്ല. അമ്മ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റും ഇതുവരെയും പൂർണ്ണമായിട്ട് അവളിരുന്ന് കേട്ടിട്ടില്ല. അഭിലാഷ് എന്നോട് പറഞ്ഞു, ആരതി, ബിബിൻ ഇവരെല്ലാം കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഞാൻ അവളോട് പറയുന്നുണ്ട്. പിന്നെ ഈ ക്യാരക്ടറിന് വേണ്ട ചില പ്രിപ്പറേഷന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം അഭിലാഷ് ആദ്യമേ പറഞ്ഞു ഇത് വേണം. അതുപോലെ ആരതിയും പറഞ്ഞു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഫിലിമിന് വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ തന്നെ എല്ലാം ഈ സിനിമയുടെ റിലീസും അതിനുശേഷവും നിങ്ങളുടെ എല്ലാവരെയും നല്ല സഹകരണം എല്ലാം ഉണ്ടാവട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മഞ്ജു വാര്യരുടെ എൻ്റെ സൂപ്പർ സ്റ്റാർ ആയിട്ട് എന്നെ തൊഴിലാണ്. അല്ല അത് വേറെ സബ്ജക്റ്റ് ആയിപ്പോയി. ആദ്യം തുടങ്ങിയത് അതിൽ നിന്നായിട്ട് ഞാൻ അതിൽ ഫിനിഷ് ചെയ്യുന്നു.